Hi guys, welcome back to our channel. നമ്മൾ ഇന്ന് വൈബ്രേഷണൽ ഫോഴ്സ് കാരണം മൂവ് ചെയ്യുന്ന ഒരു സ്പൈഡർ റോബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ഡെപ്പ് എടുത്തിട്ട് അതിൻ്റെ സൈഡുകളിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ 8 ഹോൾസ് ഇടുക. ഇനി ഈ ഡെപ്പയുടെ നടുക്ക് വശത്ത് ഒരു ഹോൾ ഇടുക. ഇനി നമുക്ക് പണ്ടത്തെ ഒരു ഫോൺ അഴിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് വൈബ്രേഷൻ മോട്ടർ എടുക്കണം. ഇതാണ് അതിൻ്റെ വൈബ്രേഷൻ മോട്ടർ. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്വിച്ച് എടുത്തിട്ട് സ്വിച്ചിൻ്റെ ഒരു സൈഡ് നമുക്ക് ഈ വൈബ്രേഷൻ മോട്ടറുമായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് 8 റെസിസ്റ്റേഴ്സ് ആവശ്യമുണ്ട്. ഞാനിവിടെ 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ റെസിസ്റ്റേഴ്സിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് മുറിച്ച് കളയാം. ഇനി നമുക്ക് ഈ ഓരോ റെസിസ്റ്റേഴ്സും ഈ ഹോളിലോട്ട് കയറ്റിയതിന് ശേഷം നമുക്കത് ഒട്ടിച്ച് വയ്ക്കാം. അടുത്തതായിട്ട് ഇനി നമുക്കൊരു 3 വോൾട്ടിൻ്റെ ലിഥിയം സെൽ ബാറ്ററി വേണം. ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് ചുവന്ന വയറും നെഗറ്റീവിലോട്ട് കറുത്ത വയറും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ വയറുകൾ ഇതിൻ്റെ ഹോളിലൂടെ പുറത്തോട്ട് എടുക്കാം. ഇനി ഈ ബാറ്ററി നമുക്കിവിടെ ഒട്ടിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചും വൈബ്രേഷൻ മോട്ടറും കൂടി ഇതിൻ്റെ പുറത്തിങ്ങനെ ഒട്ടിക്കാം. ഇനി നമുക്ക് ഈ കറുത്ത വയർ സ്വിച്ചിൻ്റെ ഈ ടെർമിനലുമായിട്ടും ഈ ചുവന്ന വയർ മോട്ടറിൻ്റെ ഈ ചുവന്ന വയറുമായിട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ റെസിസ്റ്റേഴ്സാണ് ഇതിൻ്റെ കാലായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ റെസിസ്റ്റേഴ്സ് ഇനി ഷേപ്പ് ചെയ്ത് അതിൻ്റെ കാലായിട്ട് മാറ്റാം. നമുക്കിതിനി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.